അപ്പോൾ ഉമ്മ ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും രണ്ട് വണ്ടി പോകും. ഒരു മിനിറ്റ്. ഇന്നെന്തപ്പം കൂട്ടാൻ? സ്പെഷ്യൽ കൂട്ടാൻ കർമൂസ, ചേമ്പ്, പുള, വെണ്ണീറൊക്കെ ഇട്ട് നമ്മളെ തോട്ടത്തിൽ ചേമ്പ്. നോമ്പായപ്പോ സുന്ദരി ആയിരുന്നല്ലോ. പറയണ്ടേ നമ്മളെ വീഡിയോ കുറച്ച്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ഞാൻ രാവിലെ തന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ. 7 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് മാർക്കറ്റിൽ പോവുകയാണ്. നാളെ ഒരുപാട് അപ്ഡേഷൻ ഞാൻ ഇൻസ്റ്റഗ്രാമിലും അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിൽ എന്തായാലും നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം. അടിപൊളി പാർട്ടി വെയർ ആണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതാ രാവിലെ പോവുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് പോകാൻ വേണ്ടി. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മ ദാ അവിടെ മാറ്റി ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും 2 ബൈക്കിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ ദാ ഞാൻ പർച്ചേസിങ്ങിന് പോവുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഉമ്മ ദാ ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്. ഞാനിതാ ഇക്കാടെ വണ്ടിമേലാണ് പോകുന്നത്. എൻ്റെ വണ്ടി ഇതാ അവിടെ പണിക്കിടാൻ വേണ്ടിയിട്ട് ഇത് അവിടെ വെച്ചതാണ്. അപ്പോൾ ഞാൻ താൽക്കാലിക ഇക്കാൻ്റെ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടാളും 2 വണ്ടിയിൽ പോകാൻ കാരണം എനിക്ക് കുറച്ച് നേരത്തെ വരണം. കാരണം ഹസൂന് ഇവിടെ ഉമ്മാൻ്റെ അടുത്താക്കി പോകില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ പത്തിരി പണിയൊക്കെ ആകുന്ന ടൈമിൽ എനിക്കിവിടെ എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ പോവുകയാണ്. എന്നാൽ എനിക്ക് പെട്ടെന്ന് വരാമല്ലോ, കാരണം ഉമ്മ കുറച്ച് ലേറ്റായിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പുതിയ അപ്ഡേഷന് നമുക്ക് ഈ ഒരു വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ബ്ലോക്കാണ്. പിന്നെ എല്ലാ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഭയങ്കര ക്രൗഡാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകളാണ്. ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇവിടെ കാലിക്കറ്റിൽ തന്നെ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ കിട്ടുന്നതായിട്ട് ഒരുപാട് സമൂസയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 4:15 വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഉപ്പതാ നമുക്ക് ഇന്നൊരു കൂട്ടാൻ ഉണ്ടാക്കാന്നുണ്ട്. എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉപ്പ അവിടെ ഇങ്ങനെ ഓരോന്ന് അരിയുന്നുണ്ട്. ആ ടൈം കൊണ്ട് ഞാനിതാ ഇവിടെ പത്തിരി ചുടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട്. അല്ലമ്മ ഇന്നെന്തപ്പം കൂട്ടാൻ? സ്പെഷ്യൽ കൂട്ടാൻ കർമൂസ, ചേമ്പ്, പുള, വയ്ക്കാൻ. ഇന്ന് നമ്മുടെ ഇതാ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൂട്ടാനുണ്ട് കേട്ടോ. ഉമ്മാൻ്റെ കുറച്ച് പച്ചമുളക് തേങ്ങ വെളുത്തുള്ളി കരിച്ച് ഉപ്പാക്ക് ഒരു കൂട്ടാൻ വേണമെന്ന്. അപ്പോൾ നമ്മളിതാ ഒരു അടിപൊളി ഒരു കൂട്ടാൻ. അപ്പൊ ഉമ്മാന്റെ സ്പെഷ്യൽ തട്ടിക്കൂട്ടി കൂട്ടാൻ. മായമില്ല, എന്തമ്മാ? ഒറിജിനൽ കൂട്ടാൻ. വെണ്ണീറൊക്കെ ഇട്ട് നമ്മളെ തോട്ടത്തിലെ ചേമ്പ്, കാത്തില്ല, കർമൂസ, ചേമ്പും താള്, ഇളമ കൂമ്പ്. ഇതൊന്നും ഉമ്മ അരിഞ്ഞതല്ല കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ഉപ്പ അരിഞ്ഞു കൊടുത്തതാണ് ഉമ്മാക്ക്. കണ്ടില്ലേ, ഉപ്പൊക്കെ നല്ല ക്ലീനാക്കി അരിഞ്ഞ് നല്ല കഴുകി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇതാ ഉമ്മയാണ് കേട്ടോ അരിയുന്നത്. താളുമ്മ എടുത്തിട്ട് അരിയാന്ന് പറഞ്ഞ് ബാക്കിയെല്ലാം കണ്ടില്ലേ നല്ല രീതിയിൽ ഇതാ വാഷ് ചെയ്ത് കൊണ്ടു തന്ന കേട്ടോ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുമ്മാ കൂട്ടാൻ. പിന്നെ കൂട്ടും അതൊക്കെ തേയില തോന്നും. എന്നായിട്ട് നോമ്പറന്നാലൊന്നും വേണ്ടി വരും അല്ലേ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാല് വയറ് ഫില്ലാവും. അപ്പൊ ഞാനിതവിടെ പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഉമ്മതാ അതിൻ്റെ ഉമ്മാൻ്റെ കൂട്ടാൻ റെഡിയാക്കുന്ന തിരക്കിലാണ്. ഇതാ കുക്കറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരുന്നാ? കർമൂസ, പൂള, ചേമ്പ്, ചേമ്പിൻ്റെ ചെറിയ തൂമ്പ്, പച്ചപ്പില്ല, പിന്നെ ചേമ്പിൻ്റെ വിത്ത്. താള് വെച്ചില്ലേ? താള് ഇട്ട് ലേശം ഒക്കെ കുറേശ്ശെ ഒരു 5 ഐറ്റംസ്. ഞങ്ങൾക്ക് മറ്റേ ഇതിട്ടൂടിനുമ്മ മത്തൻ്റെ ഇല. മത്തൻ്റെ ഇല അല്ലല്ലോ നമുക്ക്. അല്ല അതല്ല നമ്മള് ഇതിൻ്റെ കുമ്പളത്തിൻ്റെ ഇല കരച്ചിട്ട്. അത് നോമ്പായപ്പോ സുന്ദരി ആണല്ലോ.
കേട്ടില്ല. അതിന്റെ സുന്നത്തും പറയുന്നൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ എടുക്കുമ്പോ ഒരു ഈമാണ്ടാവും. എവിടെ ഈമാന്? നിങ്ങള് ഭയങ്കര സുന്ദരിയാണല്ലോ. അല്ല, ആരാ അറിയ പറഞ്ഞേ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നല്ല സുന്ദരിയാണ്. ഓ, കേട്ടപ്പോ ഒന്നുകൂടി പൊന്തിട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ സ്ഥിര സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. നോക്കട്ടെ നോക്കട്ടെ, ആ സുന്ദരിനെ നോക്കട്ടെ. ഒന്നിട്ട് ചിരിച്ചാണ് ആ പല്ല് കട്ടി, ആ പല്ല് കട്ടി ചിരിച്ച്. ഞാൻ ചിരിപ്പിച്ചിരുന്നു നിങ്ങളെ, ചിരിപ്പിച്ചിരുന്നു. ഇപ്പൊ കണ്ടില്ല, ഇപ്പൊ ചിരിച്ചില്ലേ. പിന്നെ ഇതാ ഓറിയോ ഷേക്കും ഉപ്പാക്ക് മധുരമില്ലാത്ത നമ്മുടെ കക്കിരിക്കിൻ്റെ ജ്യൂസും അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓറിയോ ഷേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ കട്ടപ്പാലും അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം കൂടെ ആഡ് ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഐസ്ക്രീം സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി ജ്യൂസ് ഒരു ഗ്ലാസ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്ഷീണമില്ലാത്ത ഒരു അടിപൊളി മറ്റേ വെറൈറ്റി കൂട്ടാനാണ്. നമ്മൾ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിന് എന്താ അറിയോ, നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുമോന്ന്. മഞ്ഞൾപ്പൊടി ഇടുക, പക്ഷെ നമ്മളിവിടെ അധികം ഉണ്ടാക്കല് നല്ല എരിവ് അല്ലേ, പച്ചമുളക് എല്ലാം അരക്കലാണ്. അതാട്ടെ എനിക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മഞ്ഞൾ കേടില്ല, എല്ലാത്തിനും ഉപയോഗിക്കണ്ടേ. ചൊറുക്കിൽ കാണാൻ രസം നല്ലതുമാണ്. പക്ഷെ നമ്മള് പച്ചമുളക് ഉപയോഗിക്കണം. നമ്മള് പച്ചമുളക് ആദ്യം നമ്മളിവിടെ ഉണ്ടാക്കലല്ലോ, എന്നാലും എനിക്കിഷ്ടം പച്ചമുളകും തേങ്ങയും. എനിക്കിഷ്ടാട്ടോ കൂട്ടാൻ. അപ്പൊ ഇടക്കും മാനോട് ഞാനും ഉപ്പിയും പറയാം. പത്തിരിയായിട്ട് മടുത്തില്ലമ്മ. പത്തിരി, ബിരിയാണി, വെള്ളപ്പം അങ്ങനെ മാറി മാറി 12 ദിവസമായി. ഇനിയിപ്പോ എത്ര മാറാണ്ട്. വലിയ കുട്ടീന് എത്ര വലിയില്ല. 12ാമത്തെ നോമ്പായി. റെഡി, കൂട്ടാൻ റെഡി. അപ്പൊ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. റുക്കിയ മോൾ കൂട്ടാൻ, ചീരാകഞ്ഞി ഉണ്ട്. പിന്നെന്താ കക്കരി ജ്യൂസ്. എനിക്ക് വേറെ ജ്യൂസ് അടിച്ചില്ല, എനിക്ക് വെള്ളച്ച് വേറെ 3 ഐറ്റം. 3 ആൾക്ക് 3. ഇപ്പാക്ക് ഇതാ കക്കേരിക്കന്റെ ജ്യൂസ് മധുരം ഇടാതെ മാറ്റി വെച്ചിട്ടുണ്ട്. വാങ്ങിയത് ഞാൻ കോഴിക്കോട് നിന്ന് വന്നപ്പേ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാ. പിന്നെ ഇപ്പം എന്താണ് ചീരാകഞ്ഞിക്കില്ലേ, അസൂന് ചീരാകഞ്ഞി കുറച്ച് കഞ്ഞി ഉച്ചക്ക് വെച്ചപ്പോൾ അത് കഞ്ഞി വേറെ മുക്കി വെച്ചു. ഇനി അതിൽ ജീരകം ജീരകം, ചീരുള്ളി വേണ്ടിയവർക്ക് തൂമ്പിക്കൊന്ന്. നമ്മൾ തൂമ്പിക്കാതെ അധികം കുടിച്ചത്. തൂമ്പിക്കൊന്നും വേണ്ട, അതൊക്കെ മതി. തൂമ്പിച്ചാലും നേരല്ല. പിന്നെ ഇതാ നമ്മൾ പൊലച്ചക്കേക്ക് വേണ്ടിയിട്ട് ഇതാ താളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചീര കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്കാൻ്റെ അടുക്കളത്തോട്ടാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഇതാ നമ്മൾ ചീര കട്ട് ചെയ്തെടുക്കുകയാണ്. ഇക്ക ഫ്രീ ആയ ടൈമിൽ ഒരുപാട് കൃഷികളും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ്. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയല്ലേ, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കാണാനും രസമാണ്, കട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതൊരു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല. അപ്പോൾ ഞാനിതാ നമ്മളിപ്പോൾ ഒരുപാട് പറിച്ചിട്ടുണ്ടായിരുന്നു പൊലച്ചക്കേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നും നമ്മൾ ചീരേൻ്റെ താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഇക്കാൻ്റെ ഓരോ കൃഷികളൊക്കെ അതൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ വഴുതനങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം ഞാൻ ഓരോന്നായിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇക്കാൻ്റെ നമ്മൾ സാലഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ലീഫ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ പപ്പായൻ്റെ തൈ ഇട്ടത് നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കസിൻ്റെ ഇലകളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സാലഡിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ലീഫുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലിതാ ചെടിയൊക്കെ കുറേയൊക്കെ ചടച്ച് പോയിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടിപൊളിയാക്കണം. അപ്പോൾ ഈ ചൂട് കാരണം നമ്മൾ നനച്ചെടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ഉണങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതാണ് നമ്മളെ വീട് കാണാത്തവരൊന്ന് കണ്ടോളൂ കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ വെണ്ടയ്ക്ക പറിച്ചെടുക്കുകയാണ്. ചിലതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടപ്പോൾ അതാ മൂത്തിട്ടുണ്ട്, പെട്ടെന്ന് മൂക്കുമല്ലോ. അപ്പോൾ എനിക്ക് 2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറിച്ചെടുക്കുക എന്നൊരു രസമല്ല, നമ്മൾ വീട്ടിലിങ്ങനെയുള്ള സംഭവം ഇതൊക്കെ അയച്ചത് പറിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഓൺലൈൻ സ്റ്റോറിൻ്റെ അപ്ഡേഷൻ നാളെ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ, ഇൻസ്റ്റയിലും അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷെ ഇന്ന് എനിക്ക്
ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 4 മണിക്ക് 4:15 ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ ബില്ലിങ് നടക്കാത്തതുകൊണ്ട് ഞാൻ ബണ്ടിലൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. നൈറ്റിൽ എൻ്റെ ബ്രദർ പോയിട്ടാണ് സാധനം എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഷോപ്പിലാണ് ഐറ്റം. അപ്പോൾ രാവിലെ പോയിട്ട് എടുക്കണം. പിന്നെ അതാ ഞാൻ നല്ല അടിപൊളി ജ്യൂസ് കൂടി അടിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഷമാമിൻ്റെ ജ്യൂസാണ് അടിക്കുന്നത്. ഷമാമ് ജ്യൂസ് ഭയങ്കര രസമല്ലേ, അപ്പോൾ അത് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ എല്ലാ ഐറ്റംസും നമ്മൾ ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കൽ, വലിയ മോഡലായിട്ടൊന്നും വെക്കാല്ല. നമ്മളെന്താണ് വീട്ടിൽ ചെയ്യുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് എഡിറ്റിങ്ങും വലിയ സംഭവമൊന്നും ആക്കുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ എന്താണോ കാണിക്കുന്നത് അത് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉമ്മാക്കും ഇക്കാക്കും വേണ്ടിയിട്ട് നമ്മുടെ മുന്തിരിയുടെ വെള്ളം അടിച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ കാലിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു വെറൈറ്റി സമൂസ കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ സമൂസയാണ്. വലിയ രീതിയിൽ എണ്ണമഴയൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റുള്ള കുറച്ച് വെജിറ്റബിളും അതുപോലെ തന്നെ നമ്മൾ ചിക്കനും ബീഫുമാണ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ ഫുഡ് കഴിക്കുകയാണ്. അതിന് ശേഷം ഇതാ ഇക്കാൻ്റെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇക്ക ഇപ്പം എന്താ ഫ്രൂട്ട്സിൻ്റെ ഇതാക്കിയത് ഒന്ന് മാറ്റി പിടിച്ചതാ? അല്ല, ഇത്രയും ദിവസം അതേനി കക്കരിക്ക ക്യാരറ്റൊക്കെ ഇട്ടിട്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് വയറോട് നിറയ്ക്കുക അല്ലേ? ഒരു മാങ്ങ ഞാൻ എടുത്താലോ? കയ്യ ഞാൻ വെട്ടുന്നു. എന്താ വേറെന്താ തീക്ക്? പപ്പാഴേ അല്ല. അപ്പോൾ ഇതാ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇക്ക ആഡ് ചെയ്യുന്ന കുറച്ച് കുരുമുളക് ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ആപ്പിൾ വിനീഗർ ആഡ് ചെയ്യും കേട്ടോ. അത് നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. നമ്മൾ ഡയറ്റിങ്ങാർക്കും നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ വിനീഗറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബെറ്റർ ഇതാണ്, ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സാലഡൊക്കെ യൂസ് ചെയ്യൽ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് ഇക്ക നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കഴിക്കാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ വിശേഷമൊക്കെ നിങ്ങൾ കണ്ടു. കുറേ പേര് ഉമ്മാൻ്റെ വിശേഷമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ വീഡിയോ തന്നെ കാണിച്ചതാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഉമ്മാക്ക് സുഖം തന്നെയാണ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇക്കതാ ഒരു വെറൈറ്റി ആയിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇതാ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂണൊന്നുമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പാത്രം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതാ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇതാ നൈറ്റത്തെ സ്ഥിരം ഉണ്ടാക്കുന്ന നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ വാഷ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാറാണ്. കാരണം ഇതൊക്കെ പല സ്ഥലത്തു നിന്ന് വരുന്നത് നല്ല അഴുക്കുണ്ടാവും. അത്രയും രീതിയിൽ നമ്മൾ കഴുകി എടുത്തിട്ട് നമ്മളിതാ അതിൻ്റെ മുൻഭാഗമൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുത്തിട്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കലാണ്. അതിനുശേഷം നമ്മൾ മെഷീനിലിട്ട് അടിച്ചെടുക്കലാണ് കേട്ടോ. ഇനി നിങ്ങൾ പാല് കൂട്ടി അടിച്ചാലും ഷേക്ക് ഭയങ്കര ടേസ്റ്റല്ലേ ക്യാരറ്റിൻ്റെ. ഓ ഞാൻ പറയാ, നിങ്ങൾ മിഠായി പോവാ? ഉമ്മിക്ക് എന്താ കൊണ്ടുവരാ? ഉമ്മച്ചിക്കൊരു പിസ്സ ട്ടോ. എന്താ വാങ്ങണേ? ആ ചെറുതേ. ഉമ്മിക്കെന്താ ഉണ്ടെന്നേ? ഉമ്മിക്കെന്താ ഉണ്ടെന്നേ? ഒന്നും കൊണ്ടുവന്നില്ല? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? യോ ഇതിൽ പകുതിക്ക് കുടിച്ചിടോ? അസൂനെന്താ പപ്പ വാങ്ങിച്ചെന്നേ? യോ സെവനപ്പോ ഇമ്മച്ചിക്കത്. യോ നിങ്ങൾ പോണ്ടേക്കാ? അല്ലിക്ക നിങ്ങളിപ്പോ നമ്മളെ സവനപ്പൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, അല്ല നമ്മളെ സോഡ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ലല്ലോ വെറൈറ്റി. അല്ല നമുക്ക് ഇക്ക നമുക്ക് ഇതുണ്ടാക്കിയാലോ? മുന്തിരിയുടെ വെച്ചാണ്ട് അതൊക്കെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടാവില്ല അല്ലേ? ഇനി
നമ്മൾ പൊലിച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. എനിക്കിതാ നമ്മുടെ ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മുടെ കൂവപ്പൊടി വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി ഉണ്ട് കേട്ടോ, ചീരാക്കഞ്ഞി ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ എല്ലാം കൂടിയാണ്. പിന്നെ അതാ നമ്മുടെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചീരൻ്റെ താളിപ്പ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നൂല്ലേ. എനിക്ക് സ്കൂൾ പഠിക്കുമ്പോഴേ റെഡ് ഉള്ള ഇത് ഇഷ്ടമാണ്, കാരണം നമ്മൾ ചോറിലേക്കൊക്കെ പാരുമ്പോൾ ആ ഒരു റെഡ് കളർ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചതാകുമ്പോൾ ഭയങ്കര രസം തന്നെയല്ലേ. പക്ഷെ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ടിലും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പൊലിച്ചക്കത്തെ വിഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കി. അപ്പം ഞാൻ പൊലിച്ചക്കൊക്കെ ചോറൊന്നുമല്ല കഴിക്കൽ. ഞാൻ ഇതുപോലെ കഞ്ഞിയോ ഗോതമ്പിൻ്റെ കഞ്ഞിയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ സാലഡോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ നോമ്പെടുക്കാറ് കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല കൂവപ്പൊടി വെള്ളമൊക്കെ അത്യാവശ്യം കുടിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടാനും ഇവിടെ ചൂടാക്കി വെക്കുന്നുണ്ട്. അതെല്ലാം കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.